ബി.ജെ.പിയുടെ തമിഴ്നാട് മുൻ അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ ബി.ജെ.പി വിട്ടോ? ബി.ജെ.പി വിട്ടുകൊണ്ട് അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കാനായി പോവുകയാണോ? അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചിത്രങ്ങളൊക്കെ തന്നെ മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുവാണോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സമയം. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ അണ്ണാമലൈ തീർച്ചയായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പറയുന്ന അണ്ണാമലയിലൂടെ ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെ. അങ്ങനെയുള്ള ഒരാളെ ബി.ജെ.പി ഒരു ഇതും കൂടാതെ പുറത്തു വിടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും അണ്ണാമലൈ രാജിവെച്ചു എന്നും അണ്ണാമലൈ രാജിക്കത്ത് അമിത്ഷായ്ക്ക് നൽകിയെന്നും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അമിത്ഷാ വലിയ വലിയ പദവികൾ ഈ പറയുന്ന തോതിൽ അണ്ണാമലയ്ക്ക് വേണ്ടി ഓഫർ ചെയ്തു എന്നൊക്കെ തരത്തിലുള്ള പല രീതിയിലുമുള്ള വാർത്തകളൊക്കെ തന്നെയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, അണ്ണാമലയെ പോലൊരാൾ, പ്രത്യേകിച്ച് ഒരു IPS ഓഫീസറായിരുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നിലവിൽ ബി.ജെ.പി വിട്ടുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതിൽ ആ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയാനുള്ള പല കാര്യങ്ങളുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ദേശീയ പാർട്ടികളെ മാത്രമേ ഏറ്റവും കൂടുതൽ അംഗീകരിക്കൂ എന്നതാണ് സമീപകാല അന്തരീക്ഷം എന്ന് പറയുന്നത്. അതായത് മറ്റു പാർട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ തൃണമൂൽ, ശിവസേന, NCP, ശിരോമണി അകാലിദൾ, AAP, DMK, ADMK, JDU, BSP, RJD, കേരള കോൺഗ്രസുകൾ ഇവരൊക്കെ തന്നെയും വളരെ വലിയ തോതിൽ തകർന്നടിഞ്ഞ ഒരു ചരിത്രമാണ്. വലിയ തോതിൽ മുന്നോട്ട് വന്നു, വലിയ തോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം തകർന്നടിയുന്ന തരത്തിലോട്ടുള്ള ഒരു കാഴ്ചയാണ് സമീപകാലങ്ങളിൽ ഉണ്ടായതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു നിമിഷം, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ബി.ജെ.പിയെ പോലുള്ള ഒരു വലിയ ദേശീയ പാർട്ടി, അതിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പിൻബലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലുത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് അണ്ണാമലൈ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കളികൾ അല്ലെങ്കിൽ ഒരു തന്ത്രം ഈ പറയുന്ന തോതിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നോ അണ്ണാമലൈയുടെ ഭാഗത്തു നിന്നോ അമിത്ഷായുടെ ഭാഗത്തു നിന്നോ ഉണ്ടെന്ന് ചിന്തിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അണ്ണാമലൈ ഇനി ബി.ജെ.പി വിട്ടുകൊണ്ട് TVKയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നും ഈ പറയുന്ന തോതിൽ വിജയ് ഒഴിയാൻ പോകുന്ന സീറ്റിൽ അണ്ണാമലയിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് അണ്ണാമലൈ ഇനി മന്ത്രി പദവിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പരക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് പോസിബിലിറ്റി വളരെയേറെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ വിജയെ സംബന്ധിച്ച് അണ്ണാമലയെ പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയ നേട്ടമാണ് എന്നത് എടുത്തു പറയേണ്ടി വരും. പക്ഷേ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം വിജയുടെ പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ തമിഴ്നാട് പോലുള്ളൊരു സ്ഥലത്ത് DMKയുടെ അതോടൊപ്പം തന്നെ അണ്ണാ DMKയുടെയൊക്കെ തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു വലിയ തരംഗമെല്ലാം തന്നെയും അവസാനിച്ച നിമിഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ TVKയാണ് അവിടെ ഭരണത്തിലെത്തിയിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബി.ജെ.പി പ്രയോഗിക്കുന്ന തന്ത്രം എന്നത് എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു നീക്കം അണ്ണാമലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പലതരത്തിലുമുള്ള തന്ത്രങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം അണ്ണാമലയെ പോലൊരാൾ ഒരിക്കലും ഒരു മണ്ടത്തരം കാണിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. ബുദ്ധിമാനായിട്ടുള്ള അണ്ണാമലൈ തീർച്ചയായിട്ടും ഇങ്ങനൊരു രാജിക്ക് തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ബി.ജെ.പി ആ രാജി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് വരും നാളിൽ തമിഴ്നാട്ടിൽ വളരെ വലിയ തോതിൽ ആഞ്ഞടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ അടിപതറാൻ പോകുന്നതും എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവാൻ പോകുന്നതും DMK പാർട്ടിയും അണ്ണാ DMKയുമായിരിക്കും എന്ന കാര്യമാണ് 100% എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത്. നിലവിൽ പുതിയ ശക്തിയായിട്ട് വന്ന TVK പോലും അവിടെ ഒരു സഖ്യ ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറയുന്നത്. വിജയുടെ മുന്നോട്ടുള്ള ഭരണം അനുസരിച്ചിരിക്കും വിജയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു പുതിയൊരു ശക്തിയെ രൂപപ്പെടുത്തിയെടുക്കാനാണോ അവിടെ ബി.ജെ.പി തന്ത്രം, അതും അണ്ണാമലയെ മുൻനിർത്തിക്കൊണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ വലിയ നീക്കങ്ങൾ തന്നെയാണ് തമിഴ്നാട് ചുറ്റിപ്പറ്റി ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ
അവിടെ നടത്താനായി പോകുന്നതും അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തോതിൽ അണ്ണാമലയുടെ ഈ ഒരു രാജി സംഭവം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും അണ്ണാമല രാജിവെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു വലിയ തോതിലുള്ള തുടക്കത്തിൻ്റെ ഭാഗമാകാം. അതും തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ അമിത്ഷാ എന്ന് പറയുന്ന ചാണക്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച തന്ത്രമാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. കാത്തിരുന്ന് തന്നെ കാണാം തമിഴ്നാട് കാണാൻ പോകുന്ന രാഷ്ട്രീയ ചിത്രങ്ങൾ ഇനി ഏത് തരത്തിലൊക്കെ മാറി മറിയുമെന്നറിയാനായി.